ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫാണോ? പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒറ്റപ്പെടലെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്, അല്ലേ? നമ്മളൊക്കെ പല വഴിക്കും പല രീതിയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ചിലർ പറയും, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, രാവിലെ എണീക്കണ്ട, പിന്നെ രാവിലെ നാസ്ത ഉണ്ടാക്കണ്ട, ചിലപ്പോൾ ഞാൻ 8 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ എണീറ്റാൽ മതി. പക്ഷേ വേറെ ഒക്കെ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഒപ്പം നമുക്ക് എണീക്കേണ്ടി വരും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അവർക്ക് വേറെ വെക്കണം, ഇവർക്ക് വേറെ വെക്കണം. അതേസമയം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കുള്ള ഒരു കുഴപ്പമില്ല. നമുക്ക് 8 9 10 മണിക്ക് എണീക്കുക, നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും അടുക്കള വല്ലതും ഉണ്ടെങ്കിൽ പോയി നോക്കുക, എടുത്ത് കഴിക്കുക, അതിനപ്പുറം ഒന്നുമില്ല. അതുപോലെ ഉച്ചയ്ക്ക് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം വല്ലതും ഉണ്ടാക്കി വേണമെങ്കിൽ കഴിച്ചാൽ മതിയല്ലോ. അത് വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതെടുത്ത് ചൂടാക്കി കഴിക്കാം, അല്ലേ? അതേസമയം നമ്മുടെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് 6 മണിക്ക് എണീക്കേണ്ടി വരും, 5 മണിക്ക് എണീക്കേണ്ടി വരും. അപ്പം ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതേസമയം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തെങ്കിലും വീട്ടിലുള്ളത് നമുക്ക് തട്ടിക്കൂട്ടി കഴിച്ചാൽ മതി, അല്ലേ? അതുപോലെ മീൻ തിരക്കി നടക്കണ്ട, ചിക്കൻ തിരക്കി നടക്കണ്ട, ഒന്നും മേടിക്കാൻ പോകണ്ട, നമുക്ക് ഒന്നിനും പുറത്ത് പോകാൻ നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റും ഒറ്റയ്ക്കാണെങ്കിൽ. അത് ഒരു പരിധി വരെ ശരിയാണ്. ഒരു 70% മാത്രമേ അതിന് ശരി ഞാൻ പറയുന്നുള്ളൂ. ഈ 70% പറഞ്ഞ ശരിയാണെങ്കിലും പക്ഷേ ആ 30%-ത്തിന് നല്ല വിലയുണ്ട്. കാര്യം വീട്ടിൽ അച്ഛനില്ല, അമ്മയില്ല, മക്കളില്ല, കൊച്ചുമക്കളില്ല, കൂടപ്പിറപ്പുകൾ ആരുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വേദന തന്നെയാണ്, അല്ലേ? ശരിക്കും വേദനയാണ്. കൂട്ടുകുടുംബത്തോട് ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. അതേസമയം ഒരു മോളും 2 മക്കളും ഒരച്ഛനും അമ്മയും അങ്ങനെ ജീവിച്ചൊരു കുടുംബമാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ഒറ്റപ്പെട്ട് ജീവിക്കാൻ അവർക്ക് പെട്ടെന്ന് പാടുപെടേണ്ടി വരത്തില്ല. പക്ഷേ കൂട്ടുകുടുംബത്തോട് ജീവിച്ച ആളുകൾക്ക് ഒറ്റപ്പെടൽ ഇച്ചിരി വേദനയുള്ള സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒറ്റപ്പെട്ട് തന്നെ ജീവിക്കാം. പക്ഷേ അതിലപ്പുറം കുടുംബമോ കുടുംബക്കാരോ കൊച്ചുങ്ങളോ കൂട്ടുകളോ കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു സന്തോഷമാണെന്ന് വിചാരിക്കണം. അപ്പം എല്ലാ അമ്മമാരും മാക്സിമം ഒറ്റപ്പെടാതെ ജീവിക്കുക. കാര്യം നമ്മളൊന്ന് വീണ് പോയാൽ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു തണലാണ്, അല്ലേ? ഒറ്റപ്പെട്ട് രാത്രി ഉറക്കത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയത്തില്ല. നമ്മളാരും വിളിക്കുന്നില്ല, പറയുന്നില്ലെങ്കിൽ എപ്പോഴാണ് പുറത്തറിയുന്നത്? ഒരിക്കലും അറിയത്തില്ല ആരും. അതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ജീവിതം ഈ പറഞ്ഞ കണക്ക് സന്തോഷിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഒറ്റപ്പെട്ട് തന്നെ ജീവിക്കാം, നല്ല കാര്യം തന്നെയാണ്. അപ്പം എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോളുക. പക്ഷേ എങ്ങനെ ജീവിച്ചാലും നമുക്ക് സന്തോഷം കിട്ടണം, അത്രയേ ഉള്ളൂ, അല്ലേ? അപ്പം സന്തോഷം കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലേ? അപ്പം സന്തോഷം കിട്ടാൻ വേണ്ടി നല്ലപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലപോലെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ, ടാറ്റ.